എന്തായാലും സർക്കാരും LDFുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്ന് തലസ്ഥാനത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അനു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫെബ്രുവരി 5-ന് 2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരണമാണ്. അതിന് മുന്നോടിയായി ഈ മാസം 25-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഗവർണറെ വിമർശിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ ശക്തമായ രൂക്ഷമായ ഭാഷയിലുമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. അത് സർക്കാർ ഗവർണർ പോര് കടുത്തിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഇത് അത്രയും കടുത്തിരിക്കുന്ന സമയത്തായിരുന്നു അത്തരത്തിലൊരു നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ തന്നെ മുതിരുന്നത്. പക്ഷേ അതിനുശേഷം യൂണിവേഴ്സിറ്റി ബില്ലുകളുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഗവർണറും സർക്കാർ പോര്, അതോടൊപ്പം തന്നെ ഗവർണറും സർക്കാരും സർവകലാശാല വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് നേർക്കുനേരുള്ള പോരിലൊക്കെ ശക്തമായി പോയിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു കഴിഞ്ഞ, അതായത് രണ്ടാം ഘട്ട രണ്ട് മന്ത്രിമാർ അധികാരത്തിലേൽക്കുന്ന സമയത്ത് ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മുഖാമുഖം പോലും നോക്കിയിരുന്നില്ല, പരസ്പരം ആശീർവാദിക്കുക പോലും ചെയ്തിരുന്നില്ല. അപ്പോൾ ഗവർണറും സംസ്ഥാന സർക്കാരുമായി, അല്ലെങ്കിൽ ഗവർണറും പിണറായി വിജയനുമായിട്ടൊരു ശക്തമായി മുഖാമുഖമുള്ള പോർമുഖം തുടർന്നിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നയപ്രഖ്യാപന പ്രസംഗം, അല്ലെങ്കിൽ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുന്നത്. ഈ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട കരട് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും, അല്ലെങ്കിൽ നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തയ്യാറാക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഗവർണറെ വിമർശിക്കാനുള്ള സാധ്യതയെ മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഗവർണറും സർക്കാരുമായിട്ട് അത്രയും ശക്തമായിട്ടുള്ളൊരു പോർമുഖം തുറന്നില്ലായിരുന്നുവെങ്കിലും, പക്ഷേ കേന്ദ്രത്തെ വിമർശിക്കാനായി പലപ്പോഴും സംസ്ഥാന സർക്കാർ ഗവർണറെ കരുവാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിലും അതുപോലെ തന്നെ ഗവർണറെ വിമർശിച്ചുകൊണ്ടുള്ള വരികളൊക്കെ ചേർന്നത്. ഇത് അതുപോലെ സമാനമായ രീതിയിൽ തന്നെയായിരിക്കണം ഈ തവണത്തെയും നയപ്രഖ്യാപന പ്രസംഗം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തവണ ഗവർണറും സർക്കാരുമായി നേർക്കുനേറുള്ള ഒരു പോർമുഖം തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെ പല ഘട്ടങ്ങളിലും LDFിന്റെ അല്ലെങ്കിൽ CPMന്റെ ഭാഗത്തു നിന്നുള്ള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികാര നടപടിക്ക് സർക്കാർ ഒരുങ്ങുക തന്നെ വേണമെന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ മാസം 25-നാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. അതിനുശേഷം ഫെബ്രുവരി 5-നായിരിക്കും ബജറ്റ് സമ്മേളനം. ഏതാണ്ട് 33 ദിവസത്തോളം നിയമസഭാ സമ്മേളനങ്ങൾ നീണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ നിയമസഭാ നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങൾ നാളത്തെ മന്ത്രിസഭയിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ. എന്തായാലും 25-ാം തീയതി നയപ്രഖ്യാപന പ്രസംഗത്തിന് തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനു മുന്നോടിയായിട്ടുള്ള കരട് പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ നയപ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കുക, അതിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉൾപ്പെടുത്താനായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെയാണ് ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള, അല്ലെങ്കിൽ ഗവർണർക്കെതിരെ ശക്തമായിട്ടുള്ള ഈ പ്രതിരോധങ്ങളിലും ഒക്കെ പോകാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ആലോചനയുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അനു.